97,000 അത് ജെനുവിനാ? നിങ്ങളെ വണ്ടീന്റെ ക്വാളിറ്റിയും സംഭവവും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ഡീസൽ പോളോ. അതും വലിയ കിലോമീറ്റർ ഓടാത്ത വണ്ടിയില്ലേ? അതെ. മോഡൽ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 2019 ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിന് എത്ര മൈലേജ് കിട്ടും? ഏകദേശം 15-16 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. ഗ്ലാൻസ് നമുക്ക് വരും. എവിടെ മോഡൽ എത്ര വരുന്നത്? 2021 ജി ഓപ്ഷൻ, ജി മാനുവൽ. ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരില്ലേ? കൺഫ്യൂഷനിലായല്ലോ. ഇനിയിപ്പോ എംബ്ലം നോക്കിയാലേ വണ്ടി മനസ്സിലാവുള്ളൂ. മോഡൽ എത്ര വരുന്നത്? 2021. ഇസ്മായിൽ മീഡിയയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു കണ്ണൂര് പള്ളിക്കുന്നുള്ള ഓട്ടോ ട്രസ്റ്റിലിട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികളൊന്നുമില്ല, ഒരു 10-12 വണ്ടികളുള്ളൂ. പക്ഷെ ഉള്ള വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ. പിന്നെ ഒരുപാട് റേറ്റ് കുറവൊന്നുമില്ല, ഒരു മേഡ് റേറ്റ് മാത്രമേ ഉള്ളൂ. ഉള്ള റേറ്റ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഇവർ സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ എല്ലാ വാഹനങ്ങളും നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഈ ഫോർച്യൂണറിന് ഏകദേശം ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസ് മാത്രമേ ആവണുള്ളൂ. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളിയും. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഈ സ്ഥലം ഒന്ന് നോക്കിയും എത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്നറിയോ? ഈ ഏരിയയിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫാൻസ് ഒക്കെ ഹോൺ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാദുൽ ഖാൻ വീണ്ടും മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെയുണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാം അടിപൊളിയല്ല? കഴിഞ്ഞ അന്ന് വന്ന വണ്ടികൾ ഏതെങ്കിലും ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉള്ള വണ്ടികളെല്ലാം പുതിയ സ്റ്റോക്കാണ്. എന്താണ് നമ്മുടെ ഷോറൂമിലെ ഹൈലൈറ്റ്? നമ്മുടെ ഷോറൂമിന് ഹൈലൈറ്റ് നമ്മൾ ഫുൾ അത്രയും വണ്ടി ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളെ വണ്ടി എടുക്കുള്ളൂ. 100% ഗ്യാരണ്ടി അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ ഉണ്ട്, നമ്മളെ കസ്റ്റമേഴ്സിന് എന്ത് ധൈര്യത്തിൽ നമുക്ക് വണ്ടി കൊടുക്കാം? ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഫുള്ള് A to Z ഫുള്ള് ചെക്ക് ചെയ്തിട്ട്. ഇപ്പൊ ടയോട്ടന്റെ വണ്ടിയാണ്, അതിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അതെ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും നിങ്ങൾ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ വണ്ടികൾ. ഒന്നുമില്ല. 100% ഗ്യാരണ്ടിയാ. 100% പറഞ്ഞിട്ട് കൊടുക്കും. എന്തെങ്കിലും അങ്ങനത്തെ വണ്ടികൾ ഇല്ല അല്ലേ? നിലവിൽ ഒരു വണ്ടികൾ അങ്ങനത്തെ സ്റ്റോക്ക് ഇല്ല. എല്ലാം കറക്റ്റ് സർവീസ് റെക്കോർഡ് സംഭവം കാര്യങ്ങളുള്ള വണ്ടികളല്ല. പിന്നെ ലോൺ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും? അതെ, ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ? അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫർ എല്ലാം കൊടുക്കാൻ പറ്റുമോ? ഓഫർ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വണ്ടികളെല്ലാം അത്രയും നല്ല ജെന്യുവൻ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അപ്പൊ ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ വണ്ടി എന്തായാലും നടു റോഡിൽ നിന്ന് പോകൂല, അതിന് 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ അത്രയും വിശ്വാസത്തോടു കൂടി നമുക്ക് വണ്ടി ഇവിടെ ഇറക്കി കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാ ഓരോ വണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് പരിചയപ്പെടാം അല്ലെ? അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ ഒരു ഫോർച്യൂണർമെന്ന് തുടങ്ങാം. നിങ്ങൾ പറഞ്ഞത് ഒരു പുതിയ സ്വിഫ്റ്റിന്റെ പൈസ കൊടുക്കാൻ പറ്റും, നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം. പ്രശ്നമില്ല, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടികളെല്ലാം ഇങ്ങനെ കിട്ടാൻ വേണ്ടി വളരെ പ്രയാസമാണ്. നമ്പർ ആക്കിയ വണ്ടിയാണ്, റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇപ്പൊ ഒരുപാട് പേര് പേടിയായിരിക്കും റീ വണ്ടി എടുക്കുമ്പോ എന്തെങ്കിലും മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഒക്കെ ആയത് കുടിച്ച് നേരാക്കി കൊണ്ടുവരാന്ന് കരുതിയിട്ടായിരിക്കും. എന്താ നമുക്ക് അതിൽ എന്തെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നമ്മൾക്ക് ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റുന്നത് നമ്മൾക്ക് ഫുള്ള് കൊണ്ടുപോയിട്ട് കമ്പനിയിലും കാര്യങ്ങളൊക്കെ ഫുള്ള് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടി മുടി നിങ്ങൾക്ക് തപ്പിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി എടുക്കണ്ട, ഒരു പ്രശ്നമില്ല. അത്രയും ഗ്യാരണ്ടി തരാണെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിട്ട് മാത്രം വാഹനം എടുത്താൽ മതി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇപ്പൊ നിലവില് 97,000 കിലോമീറ്റർ. 97,000 അത് ജെനുവിനാ? നിങ്ങളെ വണ്ടീന്റെ ക്വാളിറ്റിയും സംഭവവും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഏകദേശം ഇപ്പൊ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കാൻ നിങ്ങൾക്ക് ഏകദേശം വണ്ടിന്റെ ക്വാളിറ്റി സംഭവം കാര്യങ്ങളും കാണുന്നില്ല. ഗ്ലാസ്, ബോണറ്റ്, ഒരു സംഭവം റീപ്ലേസ് ഇല്ല, ഒന്നും റീപ്ലേസ് ഇല്ല. എല്ലാ കമ്പനി ബമ്പർ ടു ബമ്പർ ഫുള്ള്. ഫോർച്യൂണർ തപ്പി നടക്കുന്നവർക്ക് അഫോർഡബിൾ ആയില്ല വണ്ടിയല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ സ്റ്റീരിയോ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഭാഗവും വർക്കിംഗ് അല്ലേ? എല്ലാ ഭാഗവും എല്ലാം നല്ല അടിപൊളി കൂളിംഗ് ആണ്. ഇപ്പൊ ടയർ ഏകദേശം എത്ര % ഉണ്ട്? ടയർ ഇപ്പൊ 4 ടയർ ഏകദേശം നമ്മൾക്ക് വന്നൊരു 34,000 മിഷലിന്റെ ടയർ. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനത്തിന് എത്രയാണ് നമ്മൾ ചോദിക്കണേ? നമ്മളിവിടെ ആസ്കിങ് ചെയ്യുന്നത് 9,60,000 രൂപയാണ്. 9,60,000 രൂപ. അതെ. ഓക്കെ. നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുത്തൂലേ? ചെയ്ത് കൊടുത്തു. പുതിയ ഷിഫ്റ്റിന് ഏകദേശം 10 ലക്ഷത്തിന്റെ മുകളിലുണ്ട്. പുതിയൊരു ഷിഫ്റ്റിന്റെ വിലക്ക് നമുക്ക് ഫോർച്യൂണർ സ്വന്തമാക്കാം. അതെ, തീർച്ചയായും. അടുത്തായിട്ട് നമുക്കൊരു ബലേന പരിചയപ്പെടാം അല്ലേ? അതെ.
ടയോട്ടന്റെ ബലേനോ ടയോട്ടന്റെ ബലേനോ. മോഡൽ എത്ര? ബലേനോ അപ്പുറത്ത് വേറെ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ടയോട്ടന്റെ ഗ്ലാൻസ് നമുക്ക് വരും. എവിടെ മോഡൽ എത്ര വരുന്നത്? 2021 G ഓപ്ഷൻ. ജി മാനുവൽ. ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരില്ല? എല്ലാം വരുന്നുണ്ട്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വിത്ത് കറക്റ്റ് കമ്പനി സർവീസിലെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർ. ഓക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഗ്യാരണ്ടി പറഞ്ഞില്ലേ? ഗ്യാരണ്ടി. മെഞ്ഞാന്ന് ഞാൻ സർവീസ് ചെയ്ത് വെച്ച വണ്ടിയാ. കമ്പനിയിൽ പോയിട്ട് അതിന്റെ ബില്ല് സംഭവം കാര്യങ്ങളെല്ലാം വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കമ്പനി ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യണേ? നമ്മൾ ഇതിന് ചോദിക്കുന്ന 7,95,000 രൂപ. 795. എത്ര ലോൺ ചെയ്യാം? നമ്മൾക്ക് ഇത് ഏകദേശം നല്ല സിവിലും റെക്കോർഡും സംഭവം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 ലക്ഷം വരെ കൊടുക്കാം. 7 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഇറക്കി കൂടെ? നമുക്ക് ഈ ഫോർച്യൂണറിൽ ലോൺ കിട്ടുമോ? ഫോർച്യൂണർ കിട്ടൂലേ? ഫോർച്യൂണർ 7.5 വരെ നമുക്ക് ലോൺ കിട്ടൂലേ? നിങ്ങൾ തന്നെ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കൂലേ ലോണൊക്കെ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ഡീസൽ പോളോ. അതും വലിയ കിലോമീറ്റർ ഓടാത്ത വണ്ടിയില്ലേ? അതെ. മോഡൽ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 മോഡൽ 15 പോളോ ഹൈലൈൻ ഡീസൽ. ഇപ്പൊ പോളോന്റെ കേസ് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുള്ള വാഹനങ്ങളായിരിക്കും അത് നമുക്ക് ലഭിക്കുന്നത്. ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? സെക്കൻഡ് ഓണർ. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. ഇപ്പൊ ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഏകദേശം നമ്മൾ ലോങ് പോകുന്നതാണെങ്കിൽ പേഴ്സണൽ ഇതാണ് 20-22 നമുക്ക് എന്തെങ്കിലും മൈലേജ് കിട്ടും. സിറ്റിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 15ന്റെ മുകളിലേക്ക് കിട്ടും. ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. നല്ല സീറ്റ് കവർ, അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC, കമ്പനി സിസ്റ്റം വരുന്നുണ്ട്. എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ പവർ, മൈലേജ് ഒക്കെ ലഭിക്കുന്ന വണ്ടിയാണ്. നമ്മളെ മെയിൻ വണ്ടിയാണ്. പക്ഷേ ഇപ്പൊ നല്ല പോളുകൾ ജെന്യൂൻ ആയിട്ടുള്ള കിലോമീറ്റർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടികൾ കിട്ടാനില്ല അല്ലേ? ഓക്കെ. നമ്മൾ ഷോറൂമിൽ വരുമ്പോ ഇവിടെ ഫുള്ള് പോളോ നിരന്ന് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. വരും, തീർച്ചയായിട്ടും വരും. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ഇതിന് ചോദിക്കുന്ന 5,40,000 രൂപ. 5,40,000. എത്ര ലോൺ ചെയ്യാം? നമ്മൾക്ക് ഏകദേശം ഒരു 3.25-4 വരെ മാക്സിമം. 1 ലക്ഷം രൂപ ഇറക്കി കൂടെ? 1 ലക്ഷം രൂപക്ക് നമുക്ക് നോക്കിയിട്ട് ഇറക്കാം. ഈ ഭാഗത്ത് കുറച്ച് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നത്, കുറേ ഹാച്ച് ബാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതെ. സ്വിഫ്റ്റ്, ബലേനോ, i20 തുടങ്ങിയ എല്ലാ വാഹനവും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഐശ്വര്യമായിട്ട് i20 തുടങ്ങാം. മോഡൽ എത്ര? 2016 സ്പോർട്സ്. 16 സ്പോർട്സ് അല്ലേ? ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. എല്ലാ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇവിടെ ഉള്ള. ഓണർഷിപ്പ് ചോദിക്കണ്ടല്ലോ? ഇല്ല, എല്ലാം സിംഗിൾ ഓണർ ആണ്. ആരും മറക്കണ്ട. ഇനി ഓണർഷിപ്പ് ഞാൻ പറയില്ല കേട്ടോ, വെറുതെ സമയം കളയണ്ടല്ലോ. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 74 ഓടിയുണ്ട്. 74,000. പ്രോപ്പർ ഹിസ്റ്ററി? പെട്രോളോ ഡീസലോ? പെട്രോൾ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? അപ്പൊ അടുത്തായിട്ട് ഒരു ഗ്ലാൻസ് പരിചയപ്പെടാം അല്ലേ? ഗ്ലാൻസ് അല്ല, ഇത് ബലേനോ. കൺഫ്യൂഷനിലായല്ലോ. ഇനിയിപ്പോ എംബ്ലം നോക്കിയാലേ വണ്ടി മനസ്സിലാവും. മോഡൽ എത്ര വരുന്നത്? 2021 മോഡൽ. ഓണർഷിപ്പോ? 2021 സീറ്റ ഫസ്റ്റ് ഓണർ. എല്ലാ വണ്ടി പുറത്തുള്ള എല്ലാ സിംഗിൾ ഓണർ ആണ്. വീണ്ടും അറിയാതെ ചോദിക്കാണ്. ഇപ്പൊ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 29,000 കിലോമീറ്റർ. വെറും 29,000. ഓക്കെ. അത് പ്രോപ്പർ ഹിസ്റ്ററി ഇല്ലേ? വാറന്റി അവൈലബിൾ ആണ്. നിങ്ങളെ നാട്ടിലത്തെ വണ്ടീനെ തോന്നൂല്ലേ? കണ്ണൂർ രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽ, അതുപോലെ തന്നെ കീലെസ് എൻട്രി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സിസ്റ്റം, അതുപോലെ തന്നെ പുതിയ വണ്ടിന്റെ കവർ പോലും അയച്ചിട്ടില്ല അല്ലേ? ഹൈലി മെയിൻറ്റൈൻഡ് വാഹനമാണ്. വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യണേ? നമ്മൾ ഇതിന് ചോദിക്കുന്ന 7,95,000 രൂപ. 795. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു? ലോൺ ഒരു 50 റുപ്യ ഇറക്കാൻ പറ്റുമോ? ലോണ് 50. നല്ല ട്രാക്ക്, സിവിൽ റെക്കോർഡ് സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യാട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ബലേനെ പരിചയപ്പെടാം. അത് നെക്സ ബ്ലൂ അല്ലേ? നെക്സ ബ്ലൂ. ഓക്കെ. മോഡൽ എത്ര വരുന്നത്? 2021 മോഡൽ. 21 സീറ്റ. കിലോമീറ്റർ മാത്രം വ്യത്യാസം. എത്ര? 44,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് എല്ലാം സെയിമാ. സിംഗിൾ ആണ്. കീലെസ് എൻട്രി, 4 ഡയമണ്ട് കട്ട് അലോയ് വീൽ. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിക്ക് നമുക്ക് എത്ര കൊടുക്കാം? നമുക്കിത് 7,85,000 രൂപ കൊടുക്കാം. 7,85,000. 10,000 രൂപയുടെ വ്യത്യാസം അല്ലേ? അതെ, കിലോമീറ്ററിന് മാത്രം വ്യത്യാസം. ബാക്കി ഓപ്ഷനും സംഭവം കാര്യങ്ങൾ, ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി പറയാം. ഓക്കെ. ലോൺ ഇതും ഏകദേശം ഒരു 50 രൂപന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇറക്കാം അല്ലേ? അപ്പൊ 2 ബലേന ഒരു ഗ്ലാൻസ് ഇടില്ല നിങ്ങളെ കയ്യില്? അതെ, വേറൊരു ബലേനും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് പോളാണ് ചെയ്തത്, പിന്നെ ഇപ്പൊ ബലേനാക്കാൻ തീരുമാനിച്ചോ?
നമ്മൾ ഓരോ ടൈം ഓരോ ടൈമിന് ഓരോ വണ്ടിയിലെ അതെ ഓരോ ടൈമിന് നല്ല വാഹനമാണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞൊരു വാഹനമാണ്. അതെ, നല്ല അടിപൊളി മൈലേജ് ആണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് സംഭവം കാര്യങ്ങളൊക്കെ ഫാമിലിക്ക് ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് കേട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ടിയാഗോ ഫാൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു ടിയാഗോ കൊടുക്കാം. ഓട്ടോമാറ്റിക് മാനുവൽ മോഡൽ എത്ര വരും? 2020 എക്സെറ്റ് പ്ലസ് ഫുൾ ഓപ്ഷൻ. 20 മോഡൽ എക്സെറ്റ് പ്ലസ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ. എത്ര കിലോമീറ്റർ? 22,500 കിലോമീറ്റർ. 22,500 കിലോമീറ്റർ. പ്രോപ്പർ ഹിസ്റ്ററി ഇല്ലേ? പ്രോപ്പർ ഹിസ്റ്ററി. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. റീപ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് തരാം. അത്ര ഗ്യാരണ്ടി കേട്ടോ. ഏതെങ്കിലും വണ്ടിക്ക് റീപ്ലേസ് ഉണ്ടെങ്കിലേ ഉള്ള പോലെ പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി കമ്പനി സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തി. എത്ര ആസ്കിയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷം രൂപ. ഓക്കെ. എത്ര ലോൺ ചെയ്യാം? നമ്മൾക്ക് ഏകദേശം 4.5 വരെ നമുക്ക് ഒരു 1.25 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി കൂടെ. ഓക്കെ. നല്ല ട്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലോൺ പാസ്സായി കിട്ടും കേട്ടോ. അപ്പൊ അടുത്തായിട്ട് സ്വിഫ്റ്റിന്റെ ഫാൻസിൽ നമ്മളത്തെ സ്വിഫ്റ്റ് ഉണ്ട്, വൈറ്റ് കളർ. മോഡൽ എത്രയാണ്? 2019 VXI. 2019 മോഡൽ VXI മാനുവൽ. 51,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഫുൾ സിംഗിൾ ഓണർ. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് സംഭവം കാര്യങ്ങളൊന്നുമില്ല. പെട്രോളോ ഡീസലോ? പെട്രോൾ. എല്ലാ വണ്ടി ഇപ്പൊ നിലവിലുള്ള പോളോ ഒഴികെ, പോളും ഫോർച്യൂണർ ഒഴികെ ബാക്കിയെല്ലാം പെട്രോൾ ആണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നുകൂടി കുറയും. പൊതുവെ ഡീസൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, എന്നാലും ഒന്നുകൂടി കുറയും കേട്ടോ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ഒന്നും അത്യാവശ്യം തരക്കേടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങൾ, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ ഇതിന് ചോദിക്കുന്നത് 5.95. 5,95,000. ലോൺ ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? 5.5 വരെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഫുൾ എമൗണ്ട് എത്രയാണ്? 5,97,000 ഫൈനൽ റേറ്റ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല? ചെയ്ത് കൊടുക്കാം. നമ്മുടെ മലയിൽ മീഡിയം പ്രഷർ വന്നാൽ എന്തെങ്കിലും ചെയ്യാം. 5,95,000 രൂപക്കാണ് സ്വിഫ്റ്റ് ചോദിക്കണം കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സെലേറിയ പരിചയപ്പെടാം. മോഡൽ എത്ര വരുന്നത്? 2015-16 സിലേറിയ ഓട്ടോമാറ്റിക്. ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ്. ഓക്കെ. മൈലേജ് എത്ര കിട്ടും ഇതിനൊക്കെ? 16-17. അത് പ്രതീക്ഷ മതി. ഓട്ടോമാറ്റിക് ആണ്. ചെറുകിട ഇപ്പൊ മഴയും സംഭവം കാര്യങ്ങളൊക്കെ അല്ലേ, ലേഡീസിനൊക്കെ കൊടുക്കും. അതെ, ലേഡീസിന് ലോങ് ഡ്രൈവിനൊന്നും എത്ര എക്സ്പെക്ട് ചെയ്യണ്ട, എന്നാലും സിറ്റി ഡ്രൈവിനൊക്കെ. ഓക്കെ. ഓപ്ഷൻ ഏതായിരുന്നു? VXI ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിളാ. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ AC ഒക്കെ നല്ല കൂളിംഗ് അല്ലേ? 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വാഹനത്തിന്? 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. 4 ലക്ഷം. എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കൂലേ? നോക്കി ചെയ്യാം. തീർച്ചയായും. മാക്സിമം കസ്റ്റമേഴ്സിനെ നമ്മൾ ഹാപ്പി ആക്കണം. അതാണ് അത് നമ്മുടെ മലയിൽ മീഡിയ പ്രശ്നം. വണ്ടിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. തീർച്ചയായും ഒരു കോംപ്രമൈസും ഇല്ല. റീപ്ലേസ്മെന്റ് സംഭവം കാര്യങ്ങളൊന്നും ഇല്ല. 100% ഗ്യാരണ്ടി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് റെഡ് സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് 2019. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിന് എത്ര മൈലേജ് കിട്ടും? ഏകദേശം 15-16 ആ ഒരു റേഞ്ചിൽ നമ്മൾ കിട്ടും. ലോങ് പോകുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പൊ ഈ സിറ്റി ഡ്രൈവിനൊക്കെ പൊതുവെ എല്ലാ വാഹനത്തിനും മൈലേജ് കുറയും. കാരണം നിർത്തി ഓടിക്കുമ്പോൾ ഒന്നാമത് ഇപ്പൊ നല്ല മഴയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ അതിനനുസരിച്ച് എന്തായാലും മൈലേജ് ഉണ്ടാവും. പക്ഷേ സ്വിഫ്റ്റ് നോക്കിയിട്ട് വരുന്ന ഓട്ടോമാറ്റിക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓക്കെ. സ്വിഫ്റ്റിന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ഉണ്ട്, ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ഇതിന് ചോദിക്കുന്നത് 6,85,000 രൂപ. 6,85,000. എത്ര ലോൺ ചെയ്യാം? നമ്മൾക്ക് ഏകദേശം ഇതിന് 6 ലക്ഷം, 5.5, 5.25. ബാക്കി എല്ലാം നമ്മൾ പറയുന്ന ഈ ലോണിന്റെ ഓരോ ആൾക്കാരുടെ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞ ലോണ് പാസ്സാക്കി എടുക്കാൻ പറ്റും. ചിലവർക്ക് മറ്റേ അടവ് തെറ്റിയ അത് പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ പ്രശ്നം ഉണ്ടെങ്കിൽ സിവിലിനെ ബാധിച്ചവര് അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ലോൺ കിട്ടാൻ. നമ്മൾ അധികം ലോൺ പ്രൊമോട്ട് ചെയ്യണില്ല, മാക്സിമം റെഡി ക്യാഷ്. അതാണ് നല്ലത് വണ്ടി എടുക്കുമ്പോൾ. ഓക്കെ, തീർച്ചയായും. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു വൈറ്റ് കളർ സെലറി പരിചയപ്പെടാം. മോഡൽ എത്ര വരുന്നത്? 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, മാനുവൽ, ZXi. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിപ്പോ 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54,000. സിംഗിൾ ഓണർ. സിംഗിൾ. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല. ZXi ആണല്ലേ? ZXi. റിയർ വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ
അഡീഷണലി സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീരിയോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ വരുന്ന വാഹനമാണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ഇതിന് ചോദിക്കുന്നത് 4,65,000 രൂപ. 4,65. നല്ല വണ്ടി നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ പറഞ്ഞു ഓക്കെ, നമ്മള് ഫിക്സ്ഡ് പ്രൈസ് അല്ല, എല്ലാം പറഞ്ഞ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് തരൂലേ? നമ്മളെ മലയിൽ മീഡിയയിൽ പ്രഷർ വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കും. തീർച്ചയായും കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടിട്ട് തന്നെ നമ്മൾ ആൾക്കാർക്ക് അത്യാവശ്യം നമ്മൾ നല്ല ഓഫറും സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതെ അതെ. ഇപ്പൊ ലോണ് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും? ലോൺ നമ്മൾ തന്നെ ചെയ്തു. ഒരാഴ്ചന്റെ ഉള്ളിൽ വണ്ടി ഇറക്കാൻ പറ്റുമോ? ട്രാക്ക് സംഭവം കാര്യങ്ങൾ സിവിലെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു നമ്മൾ നോർമലി പറയുന്ന 5 ദിവസമാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരാഴ്ചയുടെ സുഖമായിട്ട് ഇറക്കി കൊടുക്കാം. തീർച്ചയായും ഇവിടെ തന്നെ ലോൺ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് വാഹനങ്ങളൊന്നും കാണിച്ചിട്ടില്ല, നീ ഒരുപാട് വാഹനം കയറാനുണ്ട് നിങ്ങൾ പറഞ്ഞു. നമുക്ക് ഇഷ്ടം പോലെ വണ്ടികൾ കയറാനുണ്ട്. പിന്നെ നമ്മുടെ മലയിൽ മീഡിയെന്ന് പ്രഷർ വരുമ്പോൾ കുറച്ച് കൊടുക്കണം, അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിനെ കൊടുക്കണം. അതിൽ 100% ഗ്യാരണ്ടി. ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മള് കൊടുക്കുന്ന വണ്ടികൾക്ക് നമുക്ക് ഒരു പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ വണ്ടിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ പിന്നീട് അതിന്റെ മുകളിൽ ഒരു പ്രശ്നവും സംഭവം കാര്യങ്ങളൊന്നുമില്ല. പല ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അത്രയും ജെന്യുവൻ ആയിട്ടുള്ള വണ്ടികളാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള റേറ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ അതിന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ പറഞ്ഞില്ല എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ നേരിട്ട് വന്നോളി, വണ്ടി വന്നൊന്ന് കണ്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ഷോറൂമിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് 100% ഉറപ്പ് വരുത്തി മാത്രം എടുക്കാൻ ശ്രമിക്കാല്ലേ? അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.